അസ്സലാമലൈക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കഴുകി അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി ഇവിടെ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അരി ഊറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഈ ചോറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചോറ് കൂടുതൽ വെന്ത് പോകാതിരിക്കാനും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഒരു വലിയ ഡീപ്പായിട്ടുള്ള പാൻ തന്നെ എടുക്കണം. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ ഓരോ കപ്പ് വീതം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി, ബീൻസ്, ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഇവിടെ വെജിറ്റബിൾസൊക്കെ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് അതുപോലെ ചിക്കൻ, മുട്ടയൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്തിന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചോറ് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല തണുത്ത് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ സോയാ സോസും വിനെഗറും ഒക്കെ നന്നായിട്ട് വെജിറ്റബിൾസിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള ചോറാണ്. തമ്മിൽ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചോറൊട്ടും തന്നെ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്